കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിൽ അമൃത ന്യൂസ് ലഭിച്ച എക്സ്ക്ലൂസീവ് വാർത്തയാണ്. നിതിൻ്റെ മരണത്തിൽ 3 പേർ കസ്റ്റഡിയിലായി. ഇൻസ്റ്റാപേ ലോൺ ആപ്പിൻ്റെ നടത്തിപ്പുകാരാണ് പിടിയിലായത്. നോയിഡയിൽ നിന്നാണ് പ്രതികളെ ചക്കരയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സിം കാർഡ് അടക്കം ഇവരിൽ നിന്നും കണ്ടെടുത്തു. അതേസമയം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ടോർച്ചറുമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണമെന്നാണ് പോലീസിൻ്റെ നിഗമനം. ജോസഫ് അഗസ്റ്റിൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജോസഫ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നമുക്കറിയാം, ഇതും ഒരു നാടിനെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു. ഇതിന് പിന്നിൽ കുറേ ദുരൂഹതകളുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഇപ്പോൾ ജോസഫ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? രാജേഷ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പ് അധികൃതർക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നോയിഡയിൽ നിന്നുള്ള 3 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇൻസ്റ്റാപേ ലോൺ ആപ്പിന്റെ അധികൃതരായിട്ടുള്ള 3 പേരെ, അവരുടെ ഉപകരണങ്ങൾ, സിം കാർഡുകൾ ഉൾപ്പെടെയുള്ള വസ്തുവകൾ ഉൾപ്പെടെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇന്ന് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ആപ്പുകാരുടെ ഭീഷണിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഇത്തരത്തിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വിളിച്ചു വരുത്തിയപ്പോൾ പോലും ഇത്തരത്തിൽ ആപ്പ് അധികൃതർ വിളിക്കുകയും ഈ ടീച്ചറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ ടീച്ചറിന്റെ പേര് ഇതിൽ നിന്ന് മാറ്റം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിതിൻ രാജിനോട് ആവശ്യപ്പെടുമ്പോഴും ഇവർ വിളിക്കുകയും പേയ്മെന്റ് അടച്ചതിന് ശേഷം മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവർ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് കണ്ടെത്തൽ, പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ചക്രക്കൽ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു FIR രജിസ്റ്റർ ചെയ്തത്. സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ ഭീഷണിപ്പെടുത്തിയും മാനസികമായും ഇത്തരത്തിൽ ഈ പണം തിരിച്ചെടുക്കാൻ ശ്രമം നടത്തിയെന്നും ഈ 36% പലിശയ്ക്ക് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി ഈ പണം നൽകിയെന്നുമാണ് ഇവർക്കെതിരെയുള്ള കേസ്. എന്തായാലും നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇവരെ ഇന്ന് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ടോർച്ചറിങ്ങും ആപ്പുകാരുടെ ഭീഷണിയുമാണ് നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദം, ആപ്പുകാരുടെ ഭീഷണി, ഈ 2 കാര്യങ്ങളാണ് ഇത്തരത്തിൽ നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനമായി ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഇൻസ്റ്റാപേ ലോൺ ആപ്പിന്റെ അധികൃതരായിട്ടുള്ള 3 പേരെയാണ് ഇത്തരത്തിൽ പോലീസ് നോയിഡയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കുമെന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒളിവിൽ പോയ അധ്യാപകരെ പിടികൂടാനുള്ള നടപടികളും പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. സംഗീത നമ്പ്യാർ, ഡോക്ടർ റാം എന്നിവരെയാണ് ഇത്തരത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. എന്തായാലും അമൃത ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം തന്നെ പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. ഇന്നും നമുക്ക് അത്തരത്തിലൊരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഏറ്റവും സത്യസന്ധമായി, ഏറ്റവും കൃത്യതയോടെ, ഏറ്റവും സുതാര്യമായ വാർത്തകളാണ് ഇത്തരത്തിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ അമൃത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ച 2 കാരണങ്ങൾ അത് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആപ്പ് അധികൃതരുടെ ഭീഷണി, രണ്ടാമത്തത് കോളേജ് അധികൃതരുടെ സമ്മർദ്ദം, കോളേജ് അധികൃതരുടെ ടോർച്ചറിംഗ് ആണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. ഈ 2 കൂട്ടർക്കുമെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ആപ്പ് അധികൃതർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും. മാത്രമല്ല, കോളേജ് അധികൃതരെ കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി തന്നെ ഇത്തരത്തിൽ തുടർ നടപടികളുമായി പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് പ്രിൻസിപ്പലിന്റെ മുറിയിൽ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ, കയർത്തുന്നത് ഉൾപ്പെടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ അധ്യാപകർ, അതായത് ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരെ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല, ഇത് ഈ കോളേജ് അധികൃതർ കൈകാര്യം ചെയ്ത രീതി തെറ്റായി പോയി എന്നൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ കെട്ടിടത്തിൽ നിന്ന് ഈ കുട്ടി താഴെ ചാടിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഈ വിവരങ്ങൾ അറിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നത്. മാത്രമല്ല, ഈ വീണ് കിടന്ന കുട്ടിയെ കൃത്യമായ ട്രീറ്റ്മെന്റ് നൽകാനൊന്നും ഈ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം കൂടി
ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അധികം പരിക്കുകൾ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കുട്ടിയെ കൃത്യമായി ചികിത്സ നൽകാതെയാണ് ഇത്തരത്തിൽ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നുള്ള കാര്യം, അത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കണമെന്നൊരു ആവശ്യം കൂടി ഈ നിതിൻ രാജിന്റെ സഹപാഠികൾ ഉൾപ്പെടെ ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ രണ്ടുപേരെ, ഡോക്ടർ റാമിനെയും ഡോക്ടർ സംഗീതയും ഇതുവരെയും പിടികൂടാനായിട്ടില്ല. അന്ന് ഏറ്റവും വിഖ്യാതമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം, ഈ സംഭവ ദിവസം, അതായത് ഏപ്രിൽ 10-ാം തീയതി വെള്ളിയാഴ്ച ഇവരെ നേരിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ ഈ രണ്ട് അധ്യാപകരും ഇടപെടുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു കാര്യമാണ് ഇവർ കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയിലും സമർപ്പിച്ച ഘട്ടത്തിലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഡോക്ടർ റാമിനും ഡോക്ടർ സംഗീതയ്ക്കും ഈ സംഭവവുമായി അന്നത്തെ ദിവസം ഇത്തരത്തിൽ നിതിൻ രാജിനെ ബന്ധപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല. പക്ഷേ ഇതിനു മുമ്പ് ഡോക്ടർ റാം പലപ്പോഴായി നിതിൻ രാജിനെ വലിയ രീതിയിലുള്ള ജാതീയ വിവേചനങ്ങൾക്കും മാറ്റി നിർത്തലിനും ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾക്കെല്ലാം ഇരയാക്കിയിരുന്നു എന്ന കാര്യത്തിൽ പോലീസിന് ഒരു തർക്കവുമില്ല. ഈ വിഷയങ്ങളിലെല്ലാം കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ മറ്റ് രണ്ട് അധ്യാപകർക്കെതിരെ കൂടി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. രാജേഷ്, നിതിൻ്റെ മരണത്തിൽ 3 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇൻസ്റ്റാപേ ലോൺ ആപ്പിൻ്റെ നടത്തിപ്പുകാരാണ് പിടിയിലായത്. നോയിഡയിൽ നിന്നാണ് പ്രതികളെ ചക്രക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സിം കാർഡ് അടക്കം ഇവരിൽ നിന്നും കണ്ടെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ജോസഫ് അഗസ്റ്റിൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ടോർച്ചറിങ്ങുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നാണ് പോലീസിൻ്റെ നിഗമനം.